അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ മുഅ്മിനുകളായ ആളുകൾ പറയുക, വിശ്വാസികളായ ആളുകൾ പ്രഖ്യാപിക്കുക, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അത് മാത്രമായിരിക്കും മുഅ്മിനുകളായ ആളുകളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഏതൊരു വിഷയത്തിൽ അല്ലാഹു ഇന്നത് പറയുന്നു, റസൂലുള്ള ഇന്നത് പറയുന്നു എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ വിശ്വാസികൾ പിന്നെ പറയുന്ന മറുപടി അതെന്റെ ബുദ്ധിക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നല്ല, എന്റെ യുക്തിക്ക് അത് അനുകൂലമാണോ എന്ന് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ എന്നല്ല, അത് നമ്മുടെ ശാസ്ത്രവുമായി യോജിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് വരട്ടെ എന്നല്ല. നേരെ മറിച്ച് അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എങ്കിൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് അല്ലാഹുവിങ്കൽ വിജയികളായവർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യരുടെ ബാധ്യത, അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ള ഒരു കാര്യം നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശത്തിന് വഴങ്ങുക എന്നതാണ്. ഇതാണ് പൂർവ്വസൂരികളുടെ നിലപാട്. ആ നിലപാടിന് വിപരീതം നിൽക്കുന്നവരാരോ അവർക്ക് ഈമാനിന്റെ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കുകയില്ല, വിശ്വാസരംഗത്ത് കടന്നു വരിക സാധ്യമല്ല, മുഅ്മിനായി തീരുക സാധ്യമല്ല. അതുകൊണ്ടാണ് സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك നിന്റെ റബ്ബിനെ തന്നെയും സത്യം, ലാ യുഅ്മിനൂൻ, അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല, വിശ്വാസികളാവുക സാധ്യമല്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിലോ നബിയെ അങ്ങേ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ ഒരിക്കലും അവർക്ക് മുഅ്മിനായി തീരുക സാധ്യമല്ല. അങ്ങനെ താങ്കൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ ആ വിഷയത്തിൽ വിധി കൽപ്പിച്ചാൽ, ثم لا يجدوا في أنفسهم حرجا مما قضيت, അങ്ങ് പറഞ്ഞ ആ വിധിയിൽ പിന്നെ അവർക്ക് യാതൊരുവിധ നീരസവും ബാധിക്കാൻ പാടില്ല, മാനസികമായ ഒരു പ്രയാസവും അനുഭവപ്പെടാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായി താങ്കൾ നൽകിയ നിർദ്ദേശം അത് ജീവിതത്തിൽ പാലിക്കാതെ, അത് ഉൾക്കൊള്ളാതെ നിന്റെ റബ്ബിനെ തന്നെ സത്യം അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് അല്ലാഹുവിന്റെ വാക്കുകളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പാലിക്കുവാനുള്ള ഒരു മനസ്സാണ്. അതില്ലാതെ ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിന്റെ മാധുര്യം നുകരുക സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പ്രത്യേകം കൽപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീലാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കണേ. വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുകയും വേണം. മനുഷ്യനെന്ന നിലക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്.
ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിന്റെ കാര്യത്തിൽ വന്നാൽ പിന്നെ സ്വന്തം ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കുകയല്ല, നാട്ടാചാരം അനുസരിച്ചുകൊണ്ട് വിധി പറയുകയല്ല, നേരെ മറിച്ച് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ മാർഗം സ്വീകരിക്കലാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അല്ലാഹുവിന്റെ ഖുർആനിലേക്ക്, റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് പരിപൂർണമായി മടക്കുക എന്നതാണ്. അവിടുന്ന് ഒരു വിധി വന്നാൽ പരിപൂർണമായും അത് സ്വീകരിക്കുക എന്നതാണ്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ മടവൂരിസം നിലനിൽക്കുന്നത്. ഈ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തീരുമാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അന്ന് മടവൂരിസം പിരിച്ചുവിടേണ്ടി വരും. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണം നടത്തുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ എത്രമാത്രം നിസാരപ്പെടുത്താമോ അത്രമാത്രം നിസാരപ്പെടുത്തുക എന്നതാണ്. ഹദീസുകളെ നിസാരപ്പെടുത്താൻ കിട്ടുന്ന വേദി അത് ഒരിക്കലും പാഴാക്കുന്നില്ല എന്നതാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് സുപരിതനായ ഒരു വ്യക്തി തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വൽ ഖുർആൻ ഹുജ്ജത്തുൻ അലൈക എന്ന് പറഞ്ഞാൽ, ഹുജ്ജത്തുൽ ലക എന്ന് പറഞ്ഞാൽ, അല്ലെ ഹുജ്ജത്തുൻ അലൈക എന്ന് പറയുമ്പോൾ പടച്ചവനെ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ അള്ള ചോദിക്കാം, ആദ്യം തന്നെ ചോദിക്കുന്ന ബുഖാരി എന്ന നമ്പർ ഹദീസിൽ പറഞ്ഞ മാതിരി പ്രവർത്തിച്ചോ, അബൂദാവൂദ് ധരിച്ച ഹദീസ് പറഞ്ഞ മാതിരി നീ നടന്നോ എന്നല്ല ചോദിക്കുക. നബിസാസൻ തന്നെ പറയാണ്, എൻ്റെ ഖുർആനിൽ പറഞ്ഞ മാതിരി സൂറ ആൽ ഇംറാൻ, സൂറ നിസാ എന്ന സൂക്തത്തിൽ പറഞ്ഞ മാതിരി നീ പ്രവർത്തിച്ചോ എന്നാണ് ചോദിക്കാതെ നബിസാസൻ തന്നെ പറയാണ്. കണ്ടോ, നാളെ പരലോകത്തിൽ ചെല്ലുമ്പോ അള്ള ചോദിക്ക ബുഖാരിയുടെ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചോന്നല്ല, അബൂദാവൂദിന്റെ ഹദീസ് അനുസരിച്ച് നീ പ്രവർത്തിച്ചോന്നല്ല, നേരെ മറിച്ച് ഖുർആനിന്റെ ആയത്തനുസരിച്ച് പ്രവർത്തിച്ചോ, ഇന്ന ആയത്തനുസരിച്ച് പ്രവർത്തിച്ചോ എന്നാണ് അള്ളാന്റെ അടുക്ക് ചോദിക്കുക, അള്ളാന്റെ അടുക്ക് ചോദ്യം ചെയ്യുക എന്നതാണ്. അപ്പൊ ബുഖാരിയിലെ ഹദീസ് അത് സ്വീകരിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല, അബൂദാവൂദിന്റെ ഹദീസ് അത് സ്വീകരിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താ? പരലോകത്ത് ചോദിക്കൂല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ അതാണ് നിനക്ക് അനുകൂലമായ പ്രമാണം, അതുപോലെ നിനക്കെതിരായ പ്രമാണം. അതുകൊണ്ട് ഹദീസിനെ കുറിച്ച് പടച്ചവർക്ക് ചോദ്യം ഉണ്ടാവൂല. മാന്യ സഹോദരങ്ങളെ, ഇങ്ങനൊരു നിലപാട് കഴിഞ്ഞുപോയ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിട്ടില്ല. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു. എന്താണ് അയാളുടെ പ്രത്യേകത? ലാ അഅമലു ഇല്ലാ ബിമാ ഫീ കിതാബില്ലാഹ്. അയാൾ പറയാണ്, അയാളുടെ നിലപാടാണ് എന്ത്? അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചുകൊണ്ടല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നോക്കിയാൽ മതി. കാരണം ഖുർആനാണ് പരലോകത്ത് എനിക്ക് അനുകൂലമായും പ്രതികൂലമായും വരിക. അതുകൊണ്ട് ബുഖാരിയിലെ ഹദീസ് നോക്കേണ്ടതില്ല, അബൂദാവൂദിന്റെ ഹദീസിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവൂല. ഈ രൂപത്തിൽ ഹദീസുകളെ മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ അതനുസരിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ടല്ലാതെ അമൽ ചെയ്യുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചൊരു മനുഷ്യനെ കുറിച്ച് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യക്തിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് അവൻ അഹ്മഖ് എന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമുക്ക് അവനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമുക്ക് അവനാണ്. ഇന്നക അഹ്മഖ്, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി നീയാണ് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും ഖുർആനിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ ഖുർആനിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസുകളെ കുറിച്ച് പരലോകത്ത് ചോദ്യമുണ്ടാവുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞത് ഇന്ന കിതാബല്ലാഹ് ജല്ല വഅല അഹ്കമ ദാലിക്
വഇന്ന സുന്നത തുഫസ്സിറു ദാലിക്, തീർച്ചയായും